ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആർജെഡി നേതാവ് തേജസ്വി യാദവ് എന്നിവർ നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കും. പട്നയിലെ പദയാത്രയോടെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക. രാഹുൽ ഗാന്ധി നടത്തിയ മൂന്നാം ഭാരത് ജോഡോ യാത്രയാണ് ഇതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. 1300 കിലോമീറ്റർ, 110-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ. വോട്ട് ചോരി മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിയും ആർജെഡി നേതാവ് തേജസ്വി യാദവ് നടത്തിയത് മറ്റൊരു ഭാരത് ജോഡോ യാത്രയാണെന്നാണ് വിലയിരുത്തൽ. ബീഹാറിലെ 25 ജില്ലകളിലൂടെയാണ് യാത്ര സഞ്ചരിച്ചത്. യാത്ര ഓരോ നാട്ടിലും പ്രവേശിക്കുമ്പോൾ വൻ ജനക്കൂട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായും വോട്ടർ അധികാർ യാത്ര കണക്കാക്കപ്പെടുന്നു. യാത്രയിലുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ബീഹാറിൽ SIR വഴി വോട്ടുകൾ മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒന്നിച്ച് ശ്രമിച്ചുവെന്നും യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തിയ വിപ്ലവമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനിടെ ദർഭംഗ പട്ടണത്തിൽ നടന്ന പരിപാടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അവഹേളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിവാദത്തിലായി. ഇത് BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളി വരെ എത്തുകയും ചെയ്തു. ഇന്ന് പട്നയിൽ കാൽനടയാത്ര നടത്തും. വിവിധ പ്രതിപക്ഷ നേതാക്കളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കൂടുതൽ വിവരങ്ങൾക്കായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, 25 ജില്ലകൾ, 1300 കിലോമീറ്റർ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ ഉയർന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കൂടിയാണ്. BJPയുടെ ഭാഗത്തു നിന്നും ഗുസ്പേത്യ ബച്ചാവോ യാത്ര എന്നുപോലും വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. അതായത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനുള്ള യാത്രയാണിത് എന്നുള്ള തരത്തിലും അമിത്ഷാ, ആഭ്യന്തരമന്ത്രി, കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതിനിടയിലും ആ ഒരു വോട്ടർ അധികാർ യാത്രയ്ക്ക് പൂർണ്ണ വിജയം നേടാനായോ എന്നതും ഒരു ചോദ്യമാണ്. ഇന്നിപ്പോൾ അതിന്റെ സമാപനമാണ്. എന്തൊക്കെയാണ് വിവരം? കാളിദാസൻ, ബീഹാറിലെ 65 ലക്ഷം പേരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന ആരോപിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന പദയാത്ര അല്ലെങ്കിൽ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഏകദേശം 16 ദിവസം നീണ്ടുന്ന യാത്രയാണ് അവസാനിക്കുന്നത്. ഓഗസ്റ്റ് 17-നായിരുന്നു ഈ ബീഹാറിലെ 65 ലക്ഷം വരുന്ന ആളുകളുടെ വോട്ടവകാശം BJPയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിഷേധിക്കുന്നു ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചത്. ബീഹാറിലെ സരണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അത് ഇന്ന് പാറ്റ്നയിൽ അവസാനിക്കുന്നു. ഏകദേശം 1300 കിലോമീറ്ററുകളാണ് ഇതുപോലെ ഈ യാത്ര തുടങ്ങിയത് അല്ലെങ്കിൽ യാത്ര പാലിച്ചത്. ഇത് പട്നയിലാണ് നിലവിൽ ഇപ്പോൾ അവസാനിക്കുന്നത്. രാവിലെ ഗാന്ധി മൈതാനിയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നേതാക്കളും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ മുതിർന്ന നേതാക്കളും 6 കിലോമീറ്റർ അകലെയുള്ള അംബേദ്കർ പാർക്കിലേക്ക് ഒരു പദയാത്ര നടക്കും. തുടർന്ന് അവിടെയായിരിക്കും ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ യാത്ര അല്ലെങ്കിൽ ഈ പൊതുയോഗത്തിൽ ഇന്ത്യ മുന്നണിയിലെ വിവിധ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളും അല്ലെങ്കിൽ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു എന്നൊരു വിവരം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. 2 പ്രതിനിധികളാണ് നിലവിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി അയച്ചിട്ടുള്ളത്. അതൊന്ന് ക്രിക്കറ്റ് താരമായിട്ടുള്ള യൂസഫ് പത്താനാണ് നിലവിൽ ഇപ്പോൾ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. എന്തായാലും 16 ദിവസം കൊണ്ട് ഏകദേശം 25 ജില്ലകളിലായി 1300 കിലോമീറ്ററാണ് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്ര പോയിട്ടുള്ളത്. എന്തായാലും വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ യാത്ര ഒരു വലിയ ഇതിലുള്ള ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ഈ യാത്രയിലുടനീളം BJPയെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും
ഈ യാത്ര അല്ലെങ്കിൽ വോട്ടറാധികാർ യാത്ര ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഇന്ത്യ സഖ്യം ബീഹാറിൽ ഒരു കരുത്ത് തെളിയിക്കാൻ പോകുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വിലയിരുത്തുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്രയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, സച്ചിൻ പൈലറ്റ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയ കനിമൊഴി തുടങ്ങിയ നേതാക്കളെല്ലാം ഈ യാത്രയിൽ അണിനിരന്നിരുന്നു. എന്തായാലും ഇതെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു ചാട്ടത്തിന് സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു കാര്യം. എന്തായാലും ബീഹാറിലെ 25 ജില്ലകളിലൂടെയാണ് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ വോട്ടർ അധികാർ യാത്ര സഞ്ചരിച്ചത്. ഓരോ നാട്ടിലും പ്രവേശിപ്പിക്കുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഈ യാത്രയിൽ അണിനിരുന്നതെന്നാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വിലയിരുത്തുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ തേജസ് യാദവിനൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ യാത്രയിൽ അണിനിരന്നത് ഒരു വലിയ രീതിയിലുള്ള നിർണായകം അല്ലെങ്കിൽ വലിയുള്ള കുതിച്ചുചാട്ടത്തിന് കാരണമായി എന്നാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളും വിലയിരുത്തുന്നത്. എന്തായാലും യാത്രയിൽ ഉടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ BJPയെയും രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഒരു പരിധി കടന്ന് ഒരു രൂക്ഷമായ ഭാഷ പരിധി കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ബീഹാറിൽ BJP ഒരു വലിയ പ്രതിരോധം തീർക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ ഇപ്പോൾ നിലവിൽ വിലയിരുത്താൻ പോകുന്നത്. എന്തായാലും ദർഭംഗ പട്ടണത്തിൽ നടന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ യാത്രക്കിടെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് ഉടലെടുക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ പ്രദേശത്തെ BJP കോൺഗ്രസ് പ്രവർത്തകർ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന സമാപന യോഗത്തിൽ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ ഇന്ത്യ മുന്നണിയിലെ വിവിധ നേതാക്കളടക്കം ഉള്ളവർ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളും പങ്കെടുക്കും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് യൂസഫ് പത്താനും അതുപോലെ തന്നെ ലളിതേഷ് പതി ത്രിപാഠിയുമാണ് തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. എന്തായാലും ഓഗസ്റ്റ് 17 തുടങ്ങിയ ഈ യാത്ര വോട്ടർ അധികാർ യാത്ര ഏകദേശം 1300 കിലോമീറ്ററോളാണ് സഞ്ചരിച്ചിട്ടുള്ളത്. 110ലധികം നിയമസഭാ മണ്ഡലങ്ങളിലും ഈ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ സമാപന സമ്മേളനത്തിൽ അല്ലെങ്കിൽ സമാപന പൊതുയോഗത്തിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. സമാപിക്കുകയാണ്. ഇന്ത്യ സഖ്യ നേതാക്കളടക്കം ആ ഒരു സമാപന ചടങ്ങിൽ ഭാഗമാകും. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകി.